യെസ്, തന്നെ കോൺഗ്രസിന്റെ ഒരു പ്രാദേശിക നേതാവായ സുഹൃത്ത് വിളിച്ച് ഒരു ബോംബ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു എന്നാണ് കെ ജെ ഷൈൻ പറയുന്നത്. എന്തായാലും ഈ സൈബർ ആക്രമണത്തിന് പിന്നിൽ കോൺഗ്രസ് ആണെന്ന് ആരോപണം ഉന്നയിക്കുകയാണ്, ആരോപണം ശക്തമാക്കുകയാണ് കെ ജെ ഷൈൻ. ഇപ്പോൾ അഹമ്മദ് മുസ്തഫ കൂടുതൽ വിവരങ്ങൾ നൽകും. അഹമ്മദ് മുസ്തഫയ്ക്കൊപ്പം കെ ജെ ഷൈനെതിരെ ആരോപണം ഉന്നയിച്ചു എന്ന് അവർ തന്നെ പറയുന്നു പി കെ ഗോപാലകൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. മുസ്തഫ, കെ ജെ ഷൈൻ ഉന്നയിക്കുന്ന കാര്യങ്ങളോട് എന്താണ് ഗോപാലകൃഷ്ണന്റെ മറുപടി? പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? ഷൈനിനെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനമായി അവർ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്ന വിഷയം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സൈബർ ഹാൻഡിലുകളിലാണ് ഈ പരാതി ഏറ്റവും ആദ്യം ഉന്നയിക്കപ്പെട്ടത് എന്നതുൾപ്പെടെയുള്ള വിഷയങ്ങളാണ്. മാത്രവുമല്ല, ഇവിടുത്തെ ഒരു പ്രാദേശിക നേതാവിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഇതൊരു ആരോപണമായി ആദ്യഘട്ടത്തിൽ വരുന്നു. അപ്പോൾ തന്നെ ഇതൊരു ആസൂത്രിതമാണ്. പ്രത്യേകിച്ച് നേരത്തെ വന്ന ഒരു ബോംബ് വരാനുണ്ട് എന്നതുൾപ്പെടെയുള്ള വാക്കുകൾ കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർ പ്രതിരോധം അല്ലെങ്കിൽ അവരുടെ ഒരു വിശദീകരണം നൽകുന്നത്. രണ്ടുപേരും കെ ജെ ഷൈനും ഭർത്താവും ഉൾപ്പെടെയുള്ള ആളുകൾ ഒരുമിച്ചാണ് ഇന്ന് മാധ്യമങ്ങൾ കണ്ടത്. ഈ ആരോപണം പൂർണ്ണമായും അവർ നിഷേധിക്കുകയാണ്. ഇതിന് പിന്നിൽ ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ കൂടിയുണ്ട്. കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവ് ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇത് ആദ്യമായി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. ആ ആരോപണത്തിൽ പറയുന്ന വ്യക്തി ഇപ്പോൾ കോൺഗ്രസ് നേതാവ് കൂടിയായിട്ടുള്ള സി കെ ഗോപാലകൃഷ്ണനാണ് നമുക്കൊപ്പം ചേരുന്നത്. താങ്കളുടെ പേരാണ് കെ ജെ ഷൈൻ പറയുന്നത്. ടീച്ചർ അങ്ങനെ പറയുന്നതിൻ്റെ ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ടീച്ചറെ ആക്ഷേപിച്ച് ഒരു പോസ്റ്റ് ഇട്ടിട്ടില്ല. ഞാൻ ഷാജഹാൻ ഇട്ടേക്കണ അത് ഞാൻ യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അല്ല ടീച്ചറെയോ ഉണ്ണികൃഷ്ണനെയോ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്നതിന് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടില്ല. ഞാൻ അടിയുറച്ചൊരു കോൺഗ്രസ്സുകാരനാണ്. ഞാൻ ഇവിടുത്തെ മണ്ഡലം സെക്രട്ടറിയാണ്. ഞാൻ MLA ആയിട്ട് കൂടുതൽ അടുപ്പുള്ളതാണ്. ഞാൻ MLAയുടെ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഇടുന്ന ആളാണ്. പറവൂർ ഏറ്റവും കൂടുതൽ പാർട്ടിക്ക് വേണ്ടി പോസ്റ്റ് ഇടുന്ന ഞാനാണ്. സൈബർ ഏറ്റവും കൂടുതൽ CPM ആക്രമിക്കുന്ന ഞാനാണ്. എന്നെ ഇവർ കുറേ നാളായി ഇങ്ങനെ എന്നെ തല്ലുമെന്നൊക്കെ പറഞ്ഞ് വീഴ്ച എന്നെ കൊന്നളയെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കണ്ടു. ഇപ്പം ഇത് ഈ ഒരു ചാൻസ് അവർ കിട്ടിയേക്കാണ് എന്നെ കൂട്ടാൻ. കോൺഗ്രസ് ആണ് ഇത് ആദ്യം ഉന്നയിക്കുന്നത് എന്നാണ് പറയുന്നത്. ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് പറയുന്നു. CPM ഗൂഢാലോചന. വൈപ്പങ്കരത്തെ CPM ഗൂഢാലോചന ഇത് പുറത്തു വന്നതെന്ന് ഇപ്പോഴും ഞാൻ അറിയണം. ഇപ്പം ഈ ഷാജഹാൻ പറയുമ്പോൾ ഞാൻ അറിയണം കൂടുതലും. വൈപ്പില്ല എൻ്റെ ഒരു കൂട്ടുകാരൻ അവരും പറഞ്ഞ് ഇത് ഇവിടെ നേരത്തെ ഈ കാര്യമൊക്കെ ഇവിടെ നേരത്തെ അറിയാം, നിങ്ങൾ കാണുമ്പോൾ ഞങ്ങൾ അറിയ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. ഇന്നലെ ഷാജഹാൻ ഒരു യൂട്യൂബ് ചാനൽ ഇട്ടിട്ടില്ല, അതൊന്നും ശ്രദ്ധിച്ചില്ലേ? അതിൽ മുഴുവനും ഇവരെ പറ്റി കുറ്റങ്ങൾ പറയണം. ഞാൻ അപ്പോഴും ഇവരുടെ വ്യക്തിപരമായി ആക്ഷേപിക്കണം എനിക്ക് പറ്റില്ല. എന്ന് പറഞ്ഞാൽ ടീച്ചർ ഞാൻ അറിയുന്നതാണ്. പറവൂർക്കാരികൾ എൻ്റെ വൈഫ് ഹൗസിൻ്റെ അടുത്തുള്ളതാണ്. ഞാൻ ഞാൻ ഒരു യൂട്യൂബിലെ ഒരു ഇത് ഇട്ടെന്ന് പറഞ്ഞാണ് ഇപ്പം എന്നെ കുറ്റം പറയണം. ഞാനാണ് പറവൂർ ആദ്യം ഇട്ടത്. ശരിയാണ്. അതാണ് ഇപ്പോൾ എൻ്റെ ഒരു പറവൂർക്കാരെ അറിഞ്ഞില്ലേ. ഇത് ആദ്യം ഞാനാണ് ഇട്ടത്. യൂട്യൂബ് ആദ്യം ഈ പറവൂർ ഏരിയയിൽ ഞാൻ ഇട്ടത്. CPM ഗ്രൂപ്പുകളിലാണ് ഇത് വന്നതെന്ന് താങ്കൾക്ക് ബോധ്യമുണ്ടോ? അതെ, എനിക്ക് ആദ്യമേ ഈ CPM ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെ എന്നെ വിളിച്ച് പറയാറുണ്ട്. ഇങ്ങനെ ഈ ഒരു അവൻ പേര് പറയുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു അതെങ്ങനെ ചെയ്യാം, പേര് പറയാതല്ലേ. അല്ല, അത് എനിക്ക് പറയാൻ പറ്റില്ല, അത് ഞങ്ങളുടെ പാർട്ടിക്കാരനാണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അപ്പോഴും എനിക്ക് ആരറിയില്ല. അപ്പം ഞാൻ എൻ്റെ പറഞ്ഞിങ്ങനെ വൈപ്പിലെ MLA ഒന്നുമല്ല, എറണാകുളം ജില്ലയിലെ ഒരു MLA ആണ്. അത് എറണാകുളം ജില്ലയിലെ MLA ആണ്. അപ്പോൾ അപ്പോഴും പറയുന്നില്ല. ഒരു ടീച്ചറുമായിട്ട് അഭിഹിതം ഉണ്ടായിട്ടുണ്ട്, നിങ്ങളൊന്നും അറിഞ്ഞില്ലെന്ന് ചോദിച്ചു. അതൊക്കെ ശരിയാണ്. അല്ല, ഞാൻ ഇവരെ പറ്റി ഈ ടീച്ചറെ പറ്റിയോ ഉണ്ണികൃഷ്ണനെ പറ്റിയോ ഒരു പോസ്റ്റ് ഞാൻ ഇട്ടിട്ടില്ല. അവരെ ആക്ഷേപിക്കുന്ന രീതിയിൽ അവരെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന ഏതെങ്കിലും ഒരു പോസ്റ്റിനെ കാണിക്കുക, അവരെ പേരെഴുതിയ അവരെ ഫോട്ടോ ഇട്ടിട്ടെങ്കിൽ ആരെങ്കിലും കാണിക്കുക. കെ ജെ ഷൈൻ പറയുന്നത് ഈ വിഷയം ആദ്യമായി ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിൽ വരുന്നത് പ്രാദേശിക കോൺഗ്രസ് നേതാവായ ഗോപാലകൃഷ്ണന്റെ അക്കൗണ്ടിലാണെന്ന്. അതെ, അത് ശരിയാണ്. ആദ്യം ഇവിടുന്ന് പോസ്റ്റ് എന്തായിരുന്നു? ആ പോസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, എറണാകുളം ജില്ലയിലെ ഒരു MLAയും ഒരു ടീച്ചറും തമ്മിൽ അവിഹിത ബന്ധമുണ്ടായി. അത് ഞാൻ CPM ആക്രമിക്കാൻ വേണ്ടിയിട്ടാണത്. അത് ഇപ്പം നേരെ തിരിച്ചായി ഞാൻ ഉണ്ടാക്കിയാണെന്ന് പറഞ്ഞാൽ എനിക്ക് തെളിവുണ്ടാ. പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പോസ്റ്റ് ഇട്ടതൊക്കെ ഡിലേറ്റും ചെയ്തു പോയി. അത് ആ ഇടയ്ക്ക് തന്നെ ഇപ്പോഴല്ല, അത് ഒരു മാസമായി. അതൊരു മാസത്തിന് മുമ്പിട്ടാണ് ആ ഡിലേറ്റും ചെയ്തു പോയതാണ്. അത് ഇല്ലെന്ന് പറയുന്നില്ല. അതിൽ ഈ ടീച്ചറെ പേര് ആര് പറഞ്ഞ എറണാകുളം ജില്ലയിൽ ഒരു MLAയും ഒരു ടീച്ചറും തമ്മിൽ അവിഹിതം ഉണ്ടായതൊരു ഇത് പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. എഴുതിയിട്ടുണ്ട്. CPM അവിഹിത മുന്നണി എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അത് ശരിയാണ്. അതിന് ഇവർ എന്നെ തകർക്കാൻ വേണ്ടി കുറേ നാളായി. ഇവർക്ക് MLAനെ ടാർഗറ്റ് ചെയ്യണം. MLA ഒരു ബോംബ് പൊട്ടിക്കുമെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഇതാണെന്ന് കരുതണം. അപ്പോൾ ഇപ്പോൾ എന്നെ കൂട്ടി പറഞ്ഞ് ഞാൻ MLA ഓഫീസിലെ ആളാണെന്ന്. ഞാൻ പാർട്ടിക്കാരനാണ്. ഞാൻ 48 കൊല്ലമായിട്ട് കോൺഗ്രസിലിരിക്കുന്നത്. എൻ്റെ കുടുംബം ഇതല്ല. എൻ്റെ കുടുംബം 10-50 കുടുംബമുണ്ട്. എല്ലാവരും കോൺഗ്രസ്സുകാരാണ്. ഇപ്പം എനിക്കിതിലെ ഒരു CPM ചെയ്യണേ അവരെ സൈബർ ചെയ്യണമെന്നറിയാമോ? എൻ്റെ വൈഫ് തിളക്കാൻ പാടില്ലാത്തതാണ്, വികലാംഗയാണ്. അവൾക്ക് ഇപ്പം ഇരിക്കണം. ഇപ്പോൾ അവളെ ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അവളെയും കൂട്ടിക്കൊണ്ടു വരാതെ ഒരു ഫോട്ടോ ഇട്ടുണ്ട്. ഞാനിപ്പോൾ വേണം നിങ്ങളെ കാണിച്ചു തരാം. ഫോട്ടോയിലിട്ട് എന്നെ ആക്ഷേപിച്ചിരിക്കുകയാണ്. എനിക്കൊരു വിഷമമില്ല. ഞാൻ ടീച്ചറുടെ കുടുംബത്തെയോ ഉണ്ണികൃഷ്ണന്റെ കുടുംബത്തെയോ ഉണ്ണികൃഷ്ണനെ ഞാൻ ആക്ഷേപിച്ചിട്ടില്ല. എനിക്കൊരു ഇവരെ തമ്മിൽ ഇപ്പോൾ ഒരു കാര്യം എനിക്കൊരു പോസ്റ്റ് കിട്ടി. ആ പോസ്റ്റിൽ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അത് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി. അതിൽ ഇവരാരും പേരും ഇല്ല. അതിൽ എറണാകുളം ജില്ലയിലൊരു MLAയും
ഇത് ഒരു ടീച്ചറും തമ്മിൽ അഭിഗീതമൊന്നും ചെയ്തിട്ടുണ്ട്. അത് ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. താങ്കൾ ആ പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിന് കാരണമായിട്ടുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ താങ്കളുടെ ശ്രദ്ധയിൽ ഇത് എങ്ങനെയാണ് വരുന്നത്? താങ്കൾക്ക് അറിയാവുന്ന കാര്യമാണോ അതല്ല പാർട്ടി പ്രവർത്തകർ അറിയില്ല? എനിക്ക് അന്നും മനസ്സിലായില്ല. ഇപ്പം ഇതിപ്പോ ഞാനത് കട്ട് ചെയ്ത ഇത് നടക്കാത്ത കാര്യം ഞാൻ പറഞ്ഞു ഇത് ഇല്ല, അത് സംഭവിച്ചാണ്. അപ്പോഴാണ് യൂട്യൂബിന്റെ പറഞ്ഞു ഈ അയച്ചെന്നാവും പറയണേ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ഈ കള്ള പോസ്റ്റ് നമുക്ക് ഇടാൻ പറ്റുമെന്ന് പറഞ്ഞു. ഈ യൂട്യൂബിലെ കഴിഞ്ഞപ്പോഴാണ് ഇത് സത്യം. അല്ല, യൂട്യൂബിൽ എനിക്ക് സത്യം എന്ന് പറയാൻ പറ്റും. ഞാൻ കണ്ടിട്ടില്ല ഒന്നും. ഷാജഹാന്റെ പോസ്റ്റ് അല്ല ഞാൻ ചോദിക്കുന്ന അതല്ല. താങ്കൾ അതിന് മുമ്പ് ഒരു മാസം മുമ്പ് പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞു. അത് CPM നൽകിയ വിവരമാണ്. ശരി മുസ്തഫ, അദ്ദേഹം പറയുന്നത് താൻ ആക്ഷേപിച്ചിട്ടില്ല, KJ ഷൈനെയോ MLA-യോ താൻ ആക്ഷേപിച്ചില്ല, പക്ഷെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എന്ന് സമ്മതിക്കല്ലേ? അത് ഞാൻ പിന്നെ എനിക്ക് തോന്നിയത് പാർട്ടി ഗ്രൂപ്പിൽ നിന്ന് വന്നതാണോ താങ്കൾ? ഗ്രൂപ്പിലിട്ടാണ് ഗ്രൂപ്പുകാർ ആ പാർട്ടി ഗ്രൂപ്പിലുള്ള അയച്ചെന്നാണ്. അവരുടെ പേര് ഞാൻ പറയില്ല ഒരിക്കലും. എന്നാൽ അവന് ബിസിനസ് ആയിട്ട് നടക്കുകയാണ്. അവന് ഇവരെ ആക്രമിക്കും.